ഈ കേ ഈ കേസ് ആരാണോ മറ്റേ ഈ പറയുന്ന വിജിലൻസ് അന്വേഷിക്കുന്നത് അവർ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഈ പ്രോപ്പർട്ടി എനിക്ക് കോടതി വഴി തന്നെ കൈമാറുകയുണ്ടായി. ആ കൈമാറുന്ന സമയത്ത് കോടതി നൽകിയ ചില ഡയറക്ഷൻസ് ഉണ്ട്, DRT നൽകിയിട്ടുള്ളത്. അതിലാണ് ഈ പറയുന്ന പ്രധാനമായിട്ടുള്ള എന്താ പറയുക കൺഫ്യൂഷൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഞാനത് വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കി എന്നത്. ഇത് 15/11/2006 ഡൽഹി DRTയുടെ അതിൻ്റെ ഓർഡർ കോപ്പിയാണ്. ഇതിൽ ആ ഓർഡറിൽ പറയുന്നത് ഹയസ്റ്റ് ബിഡർ ആൾസോ ഫയൽഡ് ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂയിങ് ഓഫ് ഡയറക്ഷൻസ് ആൻഡ് ഫോർ എക്സോണറേറ്റിംഗ് them for paying the liabilities and claims disclosed in the sale proclamation, for confirmation of the sale and appointment of a receiver, for handing over the possession of the property along with all the assets after preparing the necessary inventory to the auction purchaser. ഓപ്ഷൻ കൺഫേം ആയി പൈസ അടച്ചതിന് ശേഷം ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഇറക്കിയ ഓർഡറിൻ്റെ കോപ്പിയാണിത്. ഇതിൽ പറയുന്നത് ഒരു റിസീവർ ഞങ്ങൾ വക്കീൽ ആവശ്യപ്പെട്ടതായിരുന്നു, ഈ പ്രോപ്പർട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു റിസീവറെ കോടതി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ റിസീവറുടെ സാന്നിധ്യത്തിൽ വേണം ഈ പ്രോപ്പർട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം ഈ പറയുന്ന ഈ കമ്പനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ വേറെ ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു. ആ ലയബിലിറ്റീസ് ഒന്നും നമ്മൾ ഏൽക്കില്ല എന്നും ആ ലയബിലിറ്റീസ് എക്സോണറേറ്റ് ചെയ്യണമെന്നും നമ്മൾ ഈ പ്രോപ്പർട്ടി 11 ഏക്കർ 44 സെൻറ്റ് സ്ഥലവും അതിലെ കെട്ടിടങ്ങളും അതിലെ ഫർണിച്ചറും അവിടുത്തെ മറ്റുള്ള ഇൻവെൻട്രികളും മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നും അതിന് മാത്രമാണ് നമ്മൾ ഈ പണം കൊടുക്കുന്നത് എന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ഈ പറയുന്ന എക്സ്ട്രാ ലയബിലിറ്റീസ് കമ്പനിയുടെ ലയബിലിറ്റീസ് നമ്മൾ കമ്പനി എടുത്തിട്ടില്ല, നമ്മൾ ഇവര് ഈ പറയുന്ന പണയം വെച്ചിരുന്ന ഈ 11 ഏക്കർ ചില്ലാനം ഭൂമിയും അതിലെ കെട്ടിടങ്ങളും അടങ്ങുന്ന ആ മൊത്തമുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തത്. അപ്പൊ കമ്പനിക്കുള്ള മറ്റ് ലയബിലിറ്റീസ് അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും അത് ഓപ്ഷൻ പർച്ചേസർ എന്ന നിലക്ക് PV റിയാൽറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമല്ല എന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അതാണല്ലോ ഇപ്പോൾ കോടതി പറഞ്ഞ ആധാരം, ഒറിജിനൽ ആധാരം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. ഡയറക്ഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ആധാരമാണ് ആലുവ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 44 ലക്ഷം രൂപ നമ്മൾ അന്നത്തെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത്. എല്ലാ ആധാരങ്ങളും നമ്മുടെ കയ്യിലാണ്. ഒറിജിനൽ ആധാരങ്ങൾ നമുക്ക് കൈമാറാൻ തെറ്റാണ്. കോടതി ഈ ഓർഡർ വായിച്ചത് നമുക്ക് അറിയാം. അതാ പറഞ്ഞ 44 ലക്ഷം രൂപ കൊടുത്ത് ഈ പറയുന്ന ആലുവ രജിസ്റ്റർ ഓഫീസിൽ നോക്കിയാൽ കാണുമല്ലോ. അത് കോടതിയുടെ ഡയറക്റ്റ്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലല്ല, കോടതിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യാൻ. അതിപ്പോൾ നോക്കണം, നമ്മളതിനെ വിൽപ്പനയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. സർക്കാരിന് ഇതിലെന്ത് ബന്ധം? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, കോടതിയിൽ പണയം വെച്ച പ്രോപ്പർട്ടി കോടതി നമുക്ക് തന്നു. കോടതി പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്, അത് കോടതിയല്ലേ തീരുമാനിക്കുക. അല്ലാന്ന് അതപ്പം ഞാൻ വായിച്ചത്. നമ്മൾക്ക് അവർക്കുണ്ടായിരുന്ന എല്ലാ സമസ്ത ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ബിൽഡിങ് 25 കൊല്ലത്തോ 30 കൊല്ലത്തിനോ വാടക കൊടുത്തു. ആ വാടക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 30 കൊല്ലത്തെ വാടക ഷീറ്റ് എഴുതും. ബിൽഡിംഗ് ആരുടെ പേരിലായിരിക്കും? ആ ബിൽഡിംഗ് ഓണറുടെ പേരിലായിരിക്കും. മറ്റവർക്ക് ലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ആധാരമായിരിക്കും ഓണർഷിപ്പ്, ആധാരം പ്രോപ്പർട്ടി ഒക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ. ഇതല്ലല്ലോ, ഇത് പണയം വെച്ചിട്ടാണ് ഈ പൈസ ഇവർ വാങ്ങുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിലാണ് പൈസ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് കൃത്യമായ ഓർഡറിൽ പറയുന്നത്. അല്ല, അത് പറയാന്ന്, അതല്ലേ പച്ചക്കള്ളാന്ന് പറഞ്ഞത്. അതിന്റെ ഓർഡറല്ലേ കാണിക്കുന്നത്. കോടതിയുടെ നടപടികളുടെ ഭാഗമായിട്ടല്ലേ പോക്കുവരവ് നടത്തിയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ എവിടെയാണ് ഈ അധികാര ദുർവിനിയോഗം? നമുക്കതിലെന്ത് റോള്? അല്ല, അതൊക്കെ ബാങ്ക് തീരുമാനിക്കുക.
നമ്മൾ ആ പ്രോപ്പർട്ടി ഓപ്ഷന് വെച്ച് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി.